പറഞ്ഞു വരുന്നത് കേരളത്തിൽ അവസാനമായി 35 വർഷങ്ങൾക്ക് മുൻപേ തൂക്കിലേറ്റപ്പെട്ട റിപ്പർ ചന്ദ്രൻ എന്ന ആളുടെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കണം. പേര് സതീഷ് കുമാർ. എനിക്ക് ഒരു പേടിയില്ല, ഒരു മടിയില്ല. ധൈര്യമായിട്ട് വെച്ചോളൂ. സന്തോഷമേ ഉള്ളൂ. ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉപകരിക്കുമെങ്കിലും അത് ഞാൻ പറഞ്ഞില്ല, വലിയൊരു പുണ്യമായി മാറുന്നത്. കാരണം വേറൊന്നുമല്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരൻസ് അത് മനസ്സിലാക്കി പിള്ളേരുടെ അടുത്ത് പെരുമാറുന്നുണ്ട്. അതിൽ ഒത്തിരി സംതൃപ്തനാണ് ഞാൻ. എൻ്റെ മാമനൊരു അമ്മേൻ്റെ ആങ്ങളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാലിക്കറ്റ് മത്സ്യ മാർക്കറ്റിൽ പോയിട്ട് തെരണ്ടിൻ്റെ വാല് കൊണ്ടുവന്ന് അത് ഉപ്പിട്ട് വെച്ച് ഉണക്കി അതുകൊണ്ട് അടിക്കുക തന്നെ. അതുപോലെ അമ്മ കണ്ണിൽ മുളകെഴുതുക, ചന്തിക്ക് ചൂട് വെക്കുക, കെട്ടിയിട്ട് അടിക്കുക. ഒരു കൊച്ചുകുട്ടിയാ, നോക്കണം. 9 വയസ്സ് മാത്രം പ്രായമുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കണ്ണിൽ മുളക് തേക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആ കുട്ടി ചെയ്യുന്ന തെറ്റിനെല്ലാം വളരെ ക്രൂരമായ രീതിയിലാണ് ഒരു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന റിയാക്ഷൻ. ആ കുട്ടി വളർന്നു വലുതായപ്പോൾ ഒരു കൊലപാതകയായി മാറി. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അമ്മ വളർത്തിയിരുന്നത്. പക്ഷേ അമ്മയുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ക്രൂരമായിട്ടായിരുന്നു ശിക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ആങ്ങളെയാണെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് പുറത്തുപോയി തിരണ്ടിയുടെ വാൽ കൊണ്ടുവന്നതിന് ശേഷം അതിൽ ഉപ്പ് തേച്ച് ഉണക്കി അത് വെച്ചിട്ടായിരുന്നു ഈ കുട്ടിയെ അടിച്ചുകൊണ്ടിരുന്നത്. എത്ര ക്രൂരമായിട്ടായിരുന്നു അല്ലേ ഒരു കൊച്ചുകുട്ടി ചെയ്യുന്ന ഓരോരോ ചെറിയ തെറ്റുകൾക്കും ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ഒരാളെ ഇല്ലാതാക്കിയ കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ അയാൾക്ക് മാനസികമായി ചെറുപ്പത്തിലുണ്ടായ പല കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. സത്യത്തിൽ ഇത് പേരന്റിങ്ങിന്റെ ഒരു വലിയ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഉറപ്പായും അങ്ങനെ തന്നെ വേണം പറയാനായി. സത്യത്തിൽ 10 വയസ്സ് വരെ കുട്ടികളെ ശിക്ഷിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടുള്ള ശിക്ഷ ഒരിക്കലും കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല നടക്കുന്നത്. ഈ മനുഷ്യൻ ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരു ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. വിഷമം പറയാൻ ആരുമില്ല. അച്ഛൻ ഇങ്ങനെ, അമ്മ ചെറിയ തെറ്റുകൾക്ക് പോലും ഉപദ്രവിക്കുന്നു. പക്ഷെ ഒരു ചെറിയ കുട്ടി ക്രിമിനലായി മാറിയത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വലിയ വീഴ്ച തന്നെയാണ്. ഈ കൊച്ചുകുട്ടി വളർന്നു വലുതാവുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും അയാളോട് എതിർത്ത് സംസാരിച്ചാൽ അതിന് തക്കതായ മറുപടി കൊടുക്കുക എന്നുള്ളതല്ലാതെ മാക്സിമം എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിലേക്ക് അയാളുടെ മാനസികാവസ്ഥ മാറി. വളരെ കാമായിട്ടാണ് കുട്ടികളോട് സംസാരിക്കുന്നതെങ്കിൽ കുട്ടികളും ആ ഒരു രീതിയിൽ ജെന്റിൽ രീതിയിലായിരിക്കും അവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ ശബ്ദമെടുത്ത് സംസാരിക്കുന്നു, അടിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അവരുടെ സിബ്ലിങ്സിനോടും നമ്മളോടും കൂടെ ആ കുട്ടികൾ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും, നമ്മളോട് തിരിച്ച് ആക്രോശിക്കാനായിട്ട് തുടങ്ങും. കുറച്ച് പേരൻസെങ്കിലും ഇത് കേട്ട് നമ്മൾ കുട്ടികളോട്